എല്ലാവർക്കും അദൃശ്യകരങ്ങൾ എന്നെൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എനിക്കും എൻ്റെ മറ്റു 2 സുഹൃത്തുക്കൾക്കും ഉണ്ടായ ഒരു അനുഭവമാണ്. ഇതൊരു അമാനുഷികമായ അനുഭവമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, പക്ഷേ ഇതിലെന്തോ ഒരു അസാധാരണത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരുപാട് പറഞ്ഞു ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി എൻ്റെ അദൃശ്യകരങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അനുഭവത്തിലേക്ക് കിടക്കാം. എനിക്ക് ഏകദേശം 10 വർഷത്തിലധികമായി പരിചയമുള്ള 2 സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ പരസ്പരം മൊബൈലിലൂടെ മെസ്സേജുകളും കോളുകളും ചെയ്യുമെങ്കിലും പരസ്പരം കാണുന്നത് വളരെ കുറവാണ്. ഈ കൂട്ടത്തിലെ 2 പേർ പരസ്പരം കണ്ടുമുട്ടിയാൽ ഒന്നുകിൽ മൂന്നാമൻ്റെ അടുത്തേക്ക് 2 പേർ ചേർന്ന് പോകും, അല്ലെങ്കിൽ മൂന്നാമൻ ഈ 2 പേരുടെ അടുത്തേക്ക് ചെല്ലും. ഇങ്ങനെയാണ് സാധാരണമായി സംഭവിക്കാറുള്ളത്. ഈ അനുഭവം ഞങ്ങൾക്ക് നേരിട്ട ദിവസവും മറ്റ് 2 പേർ ഒരുമിച്ച് ചേർന്നപ്പോൾ എന്നെ അവരുടെ അടുത്തേക്ക് വിളിച്ചു. പക്ഷേ വീട്ടിൽ കുറച്ച് കാര്യങ്ങളുള്ളതിനാൽ എനിക്ക് പോകാൻ സാധിച്ചില്ല. ഞാൻ അവരുടെ അടുത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അവർ എന്നോട് പോലും പറയാതെ എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലിരുന്ന് കുറച്ച് നേരം പരസ്പരം സംസാരിച്ചതിനിടയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, പണ്ടത്തെ കൂടെ പഠിച്ചിരുന്ന സമയത്തെ കാര്യങ്ങളെല്ലാം വീട്ടിലിരുന്ന് പറയാൻ കുറച്ച് മടിയുള്ളതിനാൽ ഞങ്ങൾ എൻ്റെ വീടിനോട് താഴെയുള്ള ഒരു പാടത്തേക്ക് പോകാൻ തീരുമാനിച്ചു. 3 പേർക്കും പരസ്പരം മനസ്സുറന്ന് സംസാരിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രിയായിട്ടും പാടത്തേക്ക് പോയത്. ഞങ്ങൾ 3 പേരും ബൈക്കെടുത്ത് നേരെ പാടത്തേക്ക് ചെന്ന് പാടത്തിരുന്ന് പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിലൊരുത്തൻ ദൂരേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഒരു കാര്യം ഞങ്ങളെ കാണിച്ചത്. അവിടെ എന്തോ ഒന്നുണ്ടല്ലോ, ആകാശത്ത് എന്തെങ്കിലും തിളങ്ങുന്നുണ്ടല്ലോ. ഞങ്ങൾ 2 പേരും അവനോടൊപ്പം ആകാശത്തേക്ക് നോക്കി. പറഞ്ഞ കാര്യം സത്യമാണ്. എന്തോ ജെല്ലി ഫിഷ് പോലെ ഒന്ന് ആകാശത്ത് നിന്ന് തിളങ്ങുന്നുണ്ട്. വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ 3 പേരും അത് കണ്ടു. അത് ആകാശത്തുനിന്ന് പതിയെ താഴോട്ടിറങ്ങി വന്നു. അതെന്താണെന്ന് പോയി നോക്കാമെന്ന് എൻ്റെ കൂട്ടത്തിലൊരുത്തൻ പറഞ്ഞെങ്കിലും ഞാൻ അവരോടത് സമ്മതിച്ചില്ല. ഇനി അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അവരെയും കൂട്ടി ബൈക്കെടുത്ത് തിരികെ വീട്ടിലേക്ക് പോന്നു. ഇപ്പോഴും അതെന്ത് തരം വെളിച്ചമായിരുന്നു എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. അതിനുശേഷം അതുപോലെ ഒന്ന് ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇതുപോലെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയൂ. അടുത്ത അനുഭവമായി വരുന്നവരെ ദിസ് ഇസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.